ഉള്ളോട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. പട്ടാമ്പിയിലെ കിഴാവൂർ എന്നൊരു ഗ്രാമം. UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇലക്ട്രിസിറ്റി പോലും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഊഹിക്കാമല്ലോ. റേഡിയോ എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ്. പട്ടാമ്പിയിൽ അശോക എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ റേഡിയോ വാങ്ങിയപ്പോൾ അതിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി പുറത്തു നിന്നത് ഓർക്കുകയാണ്. അത്ര അപൂർവം. അന്ന് സമൂഹത്തിൽ ഉള്ള ചില കാര്യങ്ങൾക്ക് അന്ധവിശ്വാസമാണെങ്കിൽ പോലും അതിനൊരു ശാസ്ത്രീയത ഉണ്ട്. ഒരു കാര്യം ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത് അവിടെ ഇങ്ങനെ ഉണ്ടായി ഇവിടെ ഇങ്ങനെ ഉണ്ടായി അങ്ങനെയാണോ? അപ്പൊ മൂന്നാമതും ഉണ്ടായി, അത് വിശ്വാസമായി. കാരണം നമുക്കറിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങനെ നടന്നു, ഈ വെള്ളിയാഴ്ച ഇങ്ങനെ ഉണ്ടായി, ഇപ്പൊ പുതിയ ഈ വെള്ളിയാഴ്ച എങ്ങനെ തന്നെ സംഭവിച്ചു. ഈ ഒരു വിശ്വാസം ഭൂമുഖത്ത് എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ന്യായം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ന്യായം എന്താ നമുക്കറിയില്ല. പക്ഷെ അനുഭവത്തിലുള്ളതുകൊണ്ട് നമ്മൾ എതിർക്കൊക്കെ ചെയ്യും, സ്റ്റേജിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. ഡെഡ് ബോഡി, ശവശരീരങ്ങൾ ദഹിപ്പിക്കലാണ് ഏറ്റവും ശാസ്ത്രീയം. ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ഒരു ഭാഗം വീടിന്റെ ഒരു ഭാഗത്ത് തൊടിയിൽ ഉണ്ടാകും. അങ്ങനെ കണ്ടമാനം തൊടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് പുഴക്കരയിൽ ഭാരതപ്പുഴ തീരത്ത് ശവസംസ്കാരം നടത്തും. പൊതുവെ അഗ്നിയിൽ വെച്ച് കത്തിക്കുകയാണ് ചെയ്യുക. ആ അഗ്നിയിൽ വെച്ച് കത്തിക്കുമ്പോൾ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ അഗ്നി കത്തിക്കില്ല, മണ്ണിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയാണ് ചെയ്യുക. അതെന്താ തീരെ ചെറിയ കുട്ടികളുടെ ശവശരീരം മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്നത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തീരെ ചെറിയ കുട്ടി ആണെങ്കിൽ ആ മണ്ണിൽ കുഴിച്ചിടുന്നത് നമുക്ക് കാണാൻ കഴിയും, പെട്ടെന്ന് കഴിയും ശവസംസ്കാരം. എൻ്റെ തന്നെ ഏറ്റവും ഇളയ ഒരു അനിയൻ ഒരു 3 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾ മരിച്ചാൽ മരിച്ചു എന്ന് പറയില്ല, അതൊരു സംസ്കാരമാണ്. ആ കുട്ടി മരിച്ചു കിട്ടില്ല, ആ കുട്ടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ കഴിഞ്ഞു എന്ന പ്രയോഗം എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജയിലിൽ നിന്ന് വിട്ടയച്ചു, എന്താ ജയിൽവാസം കഴിഞ്ഞു. അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജയിൽവാസമായിരുന്നു ഇതുവരെ, അത് കഴിഞ്ഞു. ആ കുട്ടിയുടെ പ്രാരാബ്ധ കർമ്മങ്ങള് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി മടങ്ങിപ്പോയി. ഇവിടെ ചില പ്രാരാബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാനാണ് ജന്മം എടുത്തിരിക്കുന്നത്. മുതിർന്നവരും അങ്ങനെ തന്നെയാണ്. ആ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞ് വയസ്സുകാലത്ത് സൽകീർത്തി ഉണ്ടാവും, ചീത്തപ്പേരും ഉണ്ടാവും. അതുവരെയുള്ള കൊട മുടച്ചു എന്ന് പറഞ്ഞ പോലെ ആകും. കുട്ടിക്ക് കുറച്ചേ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ആ പ്രാരാബ്ധകർമ്മം ചെയ്തു, മടങ്ങിപ്പോയി, അതാണ് കഴിഞ്ഞു എന്ന് പറയുന്നത്. നാറാണത്ത് ഭ്രാന്തൻ, ഞാൻ നാറാണത്ത് ജ്ഞാനി എന്നാണ് വിളിക്കാറ്. നാറാണത്ത് ജ്ഞാനി ഒരിടത്തിരിക്കുമ്പോൾ ശ്മശാനത്തിലിരിക്കുകയാണ്. ശ്മശാനത്തിലെ അഗ്നിയിൽ നിന്ന് എന്തോ ഉണ്ടാക്കി കഴിക്കുമ്പോൾ
ചുടലഭദ്രകാളി രാത്രി 12 മണിക്ക് വന്നിട്ട് പറഞ്ഞു, പോകാൻ, എനിക്കിവിടെ നൃത്തം വെക്കണം. പോയില്ല. ഏതൊക്കെ വേഷം കെട്ടൽ കാണിച്ചിട്ടും പേടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണൊരു വേഷം. അദ്വൈതഭാവത്തിലിരിക്കുന്ന ജ്ഞാനിക്ക് എന്താ പേടിക്കാനുള്ളത്? എന്തെങ്കിലും ഒരു വരം ചോദിക്കുക എന്ന്. ഞാൻ തരാം. എനിക്ക് വരമൊന്നും വേണ്ടാന്ന്. എന്താ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തത്വജ്ഞാനിയായത്. നമുക്ക് പറഞ്ഞു തന്നു, പർവ്വതത്തിന്റെ മുകളിൽ കല്ല് ഉരുട്ടി കൊണ്ടുപോയിട്ട് ആ കല്ല് അവിടുന്ന് ഇങ്ങോട്ട് വിടും. ഇതാണ് ലൈഫ്. അവസാനം കെട്ടിപ്പൊക്കി എല്ലായിട്ട് അവസാനം ഉണ്ടായി ഒന്നും. അല്ല, എന്തെങ്കിലും ചോദിക്കണം. ഞാൻ ആവശ്യപ്പെട്ടതല്ലേ, പിന്നെ വരാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ എനിക്ക് മോശാന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇടത്തെ കാലിൽ കുറച്ചൊരു മന്ത്രമുണ്ട്, അത് വലത്തെ കാലിലേക്ക് ആക്കി മാറ്റണം. ചിന്തിക്കണം, എന്തിനാ വലത്തെ കാലിലേക്ക് ആക്കി മാറ്റണം എന്ന് പറഞ്ഞ്? ആ മന്ത്രം ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദേവി അപ്പ സാങ്ഷൻ ആകില്ലേ? നമ്മളിപ്പോ ഒരു സൂക്കട് ഉണ്ടെന്ന് വെക്കുക, ഇപ്പൊ തന്നെ മാറ്റിത്തരാന്ന് വരം കിട്ടിയ, അയ്യോ എന്റെ സൂക്കട് മാറ്റണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കാനല്ലേ പറയാ. എന്റെ നാറാണത്ത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റിയാ മതി എന്ന് പറയാൻ കാരണം ഞാൻ അനുഭവിക്കേണ്ട പ്രാരാബ്ധ കർമ്മങ്ങളാണത്. അത് മാറ്റിയാൽ എന്ത് സംഭവിക്കും? ദേവി വിചാരിച്ചാൽ പറ്റില്ല, തൽക്കാലം മാറും, മരിക്കും, പിന്നെ ജന്മം എടുക്കും, ആ കുട്ടിയുടെ കാലില് മന്തുണ്ടാവും. ഇത് എത്ര കാലം അനുഭവിക്കണോ അത്ര കാലം ഈ മന്ത് അപ്പോഴും അനുഭവിക്കേണ്ടി വരും. എന്തിനാ ബുദ്ധിമുട്ടായി? ഇപ്പൊ തന്നെ എടുത്ത് തീർക്കാം. സർക്കാരിന് കൊടുക്കാനുള്ള അരിയേഴ്സ് സപ്ലൈനും കൊടുക്കേണ്ടി വരുമല്ലോ. ഇതാണ് കല്യാണിയമ്മയുടെ കുട്ടി കഴിഞ്ഞു എന്ന് പറയാൻ കാരണം. അവിടെ കഴിയല് മാത്രമല്ല, ആ കുട്ടിയുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ കഴിഞ്ഞു. കുട്ടിയായി ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി പ്രകൃതിയുടെ ആകാശ തത്വവുമായിട്ടാണ് കണക്ഷൻ. പഞ്ചഭൂതങ്ങൾ. ആകാശ തത്വം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും കുട്ടി ഓടിപ്പോവും, പറന്നു പോവും. ആ കുട്ടിക്ക് ബന്ധുവിനെ അറിയില്ല, ശത്രുവിനെ അറിയില്ല, ഒന്നും അറിയില്ല. പറക്കുന്ന ടൈപ്പാണ്. ആകാശതത്വമായിട്ടാണ് കുട്ടിയുടെ ബാല്യം. നവജാത ശിശുക്കള്, ആ കുട്ടികൾക്ക് ആകാശതത്വം ആണ്. ആ കുട്ടി കുറച്ച് വയസ്സാവുമ്പോ, 2 വയസ്സാവുമ്പോ ക്രമേണ വായുതത്വത്തിലേക്ക് കൂടി വരും. ആ വായുതത്വം എന്ന് പറഞ്ഞാൽ അവിടെ ഓടി നടക്കുക, സ്പർശത്തിൽ സന്തോഷം കിട്ടുക. വായുവിന്റെ സ്വഭാവമാണ് സ്പർശം. അവിടെ കഴിഞ്ഞു. അപ്പോഴേക്കും കുട്ടി കഴിഞ്ഞു. സാധാരണ മനുഷ്യര് കുട്ടിക്കാലത്ത് ആകാശതത്വമായി, പിന്നീട് വായുതത്വമായി, യൗവനത്തിൽ എത്തിക്കുമ്പോഴേക്കും അഗ്നി തത്വത്തിന്റെ സംവിധാനത്തിൽ എത്തി. അഗ്നി എന്ന് പറഞ്ഞാൽ വിളക്കി ചേർക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് വിളക്ക് എന്നുള്ള വാക്ക് വന്നത്. ആ അഗ്നി തത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യൗവനം, വീട് വെക്കല്, വിവാഹം, മക്കളെ വളർത്തല്, ക്രിയേറ്റിവിറ്റി, ഇതാണ് അഗ്നി തത്വം. യുവാക്കൾക്കേ ഉള്ളൂ. അതും കഴിഞ്ഞിട്ട് പിന്നീട് ജലതത്വം. 60 വയസ്സായി, കാരുണ്യം വർദ്ധിച്ചു, ആളൊരു തണുപ്പനായി, പ്രായത്തിലായില്ലേ. ഇതാണ് ജലതത്വം. പിന്നീട് വാർദ്ധക്യത്തിലെത്തുമ്പോൾ 70 കഴിയുമ്പോൾ ഭൂമി തത്വം. ക്ഷമ, ഭൂമിയുടെ ക്യാരക്ടറാ. 70 വയസ്സ് കഴിയുന്നവർക്ക് പൊതുവെ ക്ഷമ, എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുവെ ഒരു ക്ഷമയുണ്ടാവും. ക്ഷമ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറയും, നിങ്ങൾക്ക് കുറച്ച് പ്രായമായില്ലേ, നിങ്ങളെങ്കിലും ഒരു പക്വത കാണിക്കണ്ടേ എന്ന് പറയും.
ഈ തത്വങ്ങളിൽ ആദ്യത്തെ രണ്ടും കഴിഞ്ഞ് അഗ്നിയിലേക്ക് ഈ കുട്ടി പ്രവേശിച്ചിട്ടില്ല. കഴിഞ്ഞു എന്ന പദപ്രയോഗത്തിൽ വരുന്ന കുട്ടി അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ആകാശതത്വവും വായുതത്വവും അവർക്കുള്ളൂ എന്നുള്ളതിനാൽ അവരെ ഭൂമിയിൽ അടക്കം ചെയ്യുകയും കുട്ടി കഴിഞ്ഞു എന്ന് പറയുകയും പട്ടടയിൽ വെച്ചിട്ട് തീ കൊളുത്തുന്ന സാഹചര്യം ഉണ്ടാവില്ല. യൗവനത്തിലേക്ക് എത്തുമ്പോഴും അതുണ്ടാവും. അല്പസ്വല്പം മാറ്റമുണ്ട്. അമ്മ ജീവിച്ചിരിക്കുന്ന കാലമാണെങ്കിൽ മക്കളെ ഇങ്ങനെ ചെയ്യുന്നതിന് മാറ്റമുണ്ട്. പലയിടത്തിലും പല സ്ഥലത്തും ഇതിന് മാറ്റമുണ്ടെങ്കിലും കഴിഞ്ഞു എന്ന പദത്തിന്റെ അർത്ഥതലത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിച്ച് ധന്യമീ ജീവിതം ദിവസേന ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ആരാധ്യരായിട്ടുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. നമസ്കാരം.